വീതി കുറഞ്ഞ റോഡായിരുന്നു. അതുകൊണ്ട് സൈഡ് കൊടുക്കാൻ കുറച്ച് താമസിച്ചു. അതിനവര് വണ്ടി തടഞ്ഞു നിർത്തി എന്തെല്ലാം അസഭ്യങ്ങളാ പറഞ്ഞെന്നറിയോ? കന്യാസ്ത്രീകളാണെന്നുള്ള മര്യാദ പോലും കാണിച്ചില്ല. മദർ സിസ്റ്റർ ആഗ്നസിനോട് ചോദിച്ചു. വണ്ടി തടഞ്ഞിട്ടത് ഇവരാവില്ല, ഇവര് പൈലറ്റ്സ് അല്ലേ? അയ്യോ മദറെ, എന്റെ മുഖത്ത് നോക്കി 10 മിനിറ്റ് നേരം നിർത്താതെ തെറി വിളിച്ചതാ. അയാളെ പിന്നെ ഞാൻ എങ്ങനെ മറക്കും? എനിക്ക് ഉറപ്പുണ്ട് അത് അവര് തന്നെയാ. മനഃപൂർവ്വം കൊണ്ട് ഇറക്കിയതാവും. മദർ അവരെ സൂക്ഷിക്കണം. ഒരു അപകടത്തിൽപ്പെട്ട് വന്നവരല്ലേ, നമ്മളാലാവുന്ന സഹായം ചെയ്തു കൊടുക്കുക. അതാ നമ്മുടെ കടമ. ഒന്നും ആകെ അല്ല, നമ്മ സാറുമാരൊക്കെ അറിഞ്ഞൂടാ. അയ്യോ ഒന്നും പറ്റിയില്ല സാർ. അയ്യോ സാറുമാരി, അപ്പൊ എന്റെ കഞ്ഞി പാറ്റ വീണില്ലല്ലേ? ഫാദർ ഞാനൊരു സത്യം തുറന്നു പറയാൻ പോവുക. കുമ്പസാരിക്കാനാണോ? എങ്കിൽ കുമ്പസാര കൂട്ടിലേക്ക് എടുത്തോളൂ. അല്ല, കുമ്പസാരം പോലെ തന്നെയാണ്, പക്ഷെ കൂടിന്റെ ആവശ്യമൊന്നുമില്ല. എന്നാ പറഞ്ഞോ. ഫാദർ പറഞ്ഞത് സത്യമാണ്. എന്തോന്ന്? അല്ല, ഞാൻ ഈ പെരുവഴിയിൽ വെച്ച് പാവം കന്യാസ്ത്രീകളോട് അപമര്യാദയായി പെരുമാറി എന്ന് പറഞ്ഞില്ലേ, അത് സത്യമാണച്ചോ. എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് ഇപ്പോഴും പിടികിട്ടിയിട്ടില്ല. പെട്ടെന്നുണ്ടായ ദേഷ്യത്തില് ഞാൻ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. കർത്താവിനെ സേവിക്കുന്ന ആ സിസ്റ്ററിന്റെ മനസ്സ് നൊന്ത് കാണും. തെറ്റാണ് ഞാൻ ചെയ്തത്. അതുകൊണ്ടാ കർത്താവ് ഒരു അപകടം ഉണ്ടാക്കി ഞങ്ങളെ ഇവിടെ തന്നെ കൊണ്ടുവന്ന് ഇറക്കിയത്. ഇതൊരു നിമിത്തമാണച്ചോ. എനിക്ക് എന്റെ തെറ്റ് തിരുത്തണം. സ്വന്തം തെറ്റുകളിൽ പശ്ചാത്തപിക്കുന്നതാണ് കുഞ്ഞെ പാപമുക്തിക്ക് ഏറ്റവും വലിയ മാർഗം. അതെ, അതാണ്. അതുകൊണ്ട് എനിക്ക് ആ സാധു കന്യാസ്ത്രീയോട് മാപ്പി ചോദിക്കണം അച്ചോ. അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. അങ്ങനെയല്ല, ഉണ്ടച്ചോ. എന്നാലേ എനിക്ക് മനസ്സമാധാനം കിട്ടൂ. മാപ്പ് പറയാൻ എനിക്കൊരു അവസരം ഒരുക്കി തരണം. നോ. ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം നല്ലേ അച്ചോ. പ്ലീസ് സന്മനസ് കാണിക്കണം. കർത്താവാണ് എന്റെ കണ്ണ് തുറപ്പിച്ചത്. എനിക്ക് മാപ്പ് ചോദിച്ചേ പറ്റൂ. പ്ലീസ്. ശരി, ബോബി ഇവിടെ നിൽക്കൂ. ഞാൻ സിസ്റ്റർ സിൻഡ്രലെ ഒന്ന് കണ്ടിട്ട് വരട്ടെ. താങ്ക് യു ഫാദർ. സിസ്റ്ററെ ഞാൻ അന്വേഷിച്ചു വന്നതാ. എന്താ ഫാദർ? സിസ്റ്ററോട് എന്തോ അനാവശ്യം പറഞ്ഞെന്ന് പറഞ്ഞ ആ പൈലറ്റ് ഇല്ലേ ബോബി, അയാൾക്ക് സിസ്റ്ററെ കാണണമെന്ന്. എന്തിന്? മാപ്പ് പറയാൻ. അതൊന്നും വേണ്ട ഫാദർ. എന്ന് പറഞ്ഞാൽ അയാൾ സമ്മതിക്കണ്ടേ? അയാൾക്ക് മാപ്പ് പറഞ്ഞേ മതിയാവും. അയാൾ ആളത്ര ശരിയല്ല. ഹേയ്, വെറുതെ തോന്നുന്നതാ. അയാളൊരു പാവമാണെന്നേ. പിന്നെ നിർബന്ധിക്കുമ്പോ നമ്മൾ എങ്ങനെയാ വേണ്ടാന്ന് പറയുന്നത്? സിസ്റ്റർ ഒന്ന് വാ, അയാൾ ആ ഫാമിന്റെ മുമ്പിൽ നിൽപ്പുണ്ട്. ഞാൻ വരാം. അച്ഛൻ ചെല്ലു. അല്ല, അച്ഛമ്മണെങ്കിൽ പൊയ്ക്കോളൂ. തിരക്ക് കാണുമല്ലോ. സിസ്റ്റർ വരുമ്പോ ഞാൻ മാപ്പ് പറഞ്ഞോളാം. ഇല്ല, എനിക്ക് തിരക്കൊന്നുമില്ല. അല്ല, പ്രാർത്ഥനയ്ക്ക് സമയമായില്ലേ? സിസ്റ്ററും പ്രാർത്ഥനയ്ക്ക് കൂടാനുള്ളതാണല്ലോ. ഓ, പ്രശ്നം അതല്ല അച്ചോ. മറ്റൊരാളുടെ സാന്നിധ്യത്തിൽ എനിക്ക് മാപ്പ് പറയാൻ ഒരു ചമ്മൽ. സാരമില്ല, ഓരോ മാപ്പ് പറച്ചിലും ഓരോ ചമ്മലാണെന്ന് കരുതിക്കോളൂ. സിസ്റ്റർ വരുന്നുണ്ടല്ലോ. രണ്ട് മതത്തിൽപ്പെട്ട ആളുകൾ പരസ്പരം തറപ്പിച്ചെന്ന് നോക്കിയാൽ വെടിവെപ്പ് നടക്കുന്ന കാലമായത്. ശരിക്കു പറഞ്ഞാൽ ന്യൂനപക്ഷ ധ്വംസനമാണ് ഞാൻ നടത്തിയത്. എന്നിട്ടും സിസ്റ്റർ എന്നോട് ക്ഷമിച്ചു, പുറത്തു. അതിന് നന്ദിയുണ്ട്. എനിക്ക് മാപ്പ് തരണം. സിസ്റ്റർ ഒന്നും പറഞ്ഞില്ല. അല്ല, സിസ്റ്റർ ഒന്നും പറഞ്ഞില്ല. മാപ്പ് പറയാനല്ലേ വിളിച്ചത്? അത് ഞാൻ കേട്ടല്ല. എന്നോട് ക്ഷമിച്ചു എന്ന് പറഞ്ഞില്ല. മാത്രവുമല്ല, എനിക്ക് വേറൊരു കാര്യം അറിയാനുണ്ട്. ഈ ലോകത്ത് ഒരാളെ പോലെ മറ്റേഴ് പേരുണ്ടാകുമെന്ന് സാധാരണ പറയാറുണ്ട്. ശരിയായിരിക്കാം. പക്ഷെ ഈ മുഖം അതേ മുഖമാണ്. ഈ വേഷം ഇടേണ്ടി വന്ന സാഹചര്യത്തെ പറ്റി എനിക്കറിയാൻ മേല. മറ്റാരും കാണാതെ സംസാരിക്കാനുള്ളൊരു അവസരം ഒരുക്കി തരണം. എന്തൊക്കെയാ ഫാദർ ഈ പറയുന്നേ? ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. മാപ്പ് പറയണമെന്ന് പറഞ്ഞിട്ട് എന്താ നിങ്ങളുടെ പ്രശ്നം? പറയൂ.
ഇനി ഞാൻ സത്യം പറയാച്ചോ, സിസ്റ്ററിനെ കണ്ടപ്പോ ഇവരെ ഇതിനു മുമ്പ് എവിടെയോ വെച്ച് കണ്ടതുപോലെ ഒരു തോന്നൽ. സിസ്റ്ററിന് മേഘ അറിയില്ലേ? മേഘയോ? അതെ, മേഘ മാത്യു. എനിക്കൊരാളെ അറിയില്ല. ഏതോ മേഘ മാത്യുവിനെ പറ്റി ചോദിക്കാനാണോ താൻ ഈ വെപ്രാളമൊക്കെ കാണിച്ചത്? ഈ സിസ്റ്റർ ഉണ്ടല്ലോ, ഞങ്ങളുടെ വലിയ തിരുമേനിയുടെ പെങ്ങളുടെ മകളാ. എത്ര വർഷത്തെ കഷ്ടപ്പാടാണെന്നറിയാമോ ഈ കന്യാസ്ത്രീ പട്ടത്തിന്? അതിനിടെ എവിടെ വെച്ചും നിങ്ങൾ ഈ സിസ്റ്ററിനെ കാണാനിടയില്ല. മനസ്സിലായോ? മനസ്സിലായി. മഠത്തിലെ പ്രാർത്ഥനയ്ക്ക് സമയമായി ഫാദർ. സിസ്റ്റർ പൊയ്ക്കോളൂ. പോവാം. പോവാം ഫാദർ. ഒരു ഉപകാരം കൂടി. എന്താ? ഈ ഹെലികോപ്റ്റർ നന്നാക്കി തീരുന്നതുവരെ ഞങ്ങളോട് ഇവിടുന്ന് ഇറങ്ങിപ്പോവാൻ മാത്രം പറയരുത്. അമ്മച്ചി, അപ്പച്ചൻ ഫാൻ കണ്ട് പേടിച്ചതാ. ഫാനല്ല, ഹെലികോപ്റ്ററിന്റെ പ്രേതം. എന്റെ കർത്താവ്, ഇതിന്റെ അസുഖം ഒന്ന് ഭേദമായത്. അപ്പോഴും അമ്മായി പണ്ടാരടങ്ങ ഹെലികോപ്റ്റർ കച്ചവടം ഇവിടെ വന്നിറങ്ങിയത്. ഇക്കണക്കിന് പോയി അമ്മായി ഞാൻ തന്നെ കൊല്ലും. വേണ്ട സിസിലി, അവരെന്ത് ചെയ്യണമെന്ന് കർത്താവിനോട് സ്വപ്നത്തിൽ വന്ന് പറഞ്ഞിട്ടുണ്ട്. എന്റെ കർത്താവ്, ഇതിനെ കൊണ്ട് കണക്കൊന്നും ചെയ്യിക്കല്ലേ. ഈ ചായക്കണക്ക് ഹെലികോപ്റ്റർ. എന്റെ പൊന്നു മദറെ, മദർ തന്നെ ഇതിന്റെ പ്രതിവിധി ഉണ്ടാക്കണം. എന്താ സിസിലി, എന്താ കാര്യം? നാട്ടില് മാനം മര്യാദക്ക് തുറിച്ചടിച്ചുകൊണ്ട് വരുന്ന മനുഷ്യനാ. അപ്പോഴാ ഹെലികോപ്റ്ററും കൊണ്ട് തുറിച്ചടിക്കാൻ അവന്മാര് വന്നിറങ്ങിയത്. പണി പോയതിന്റെ ആദിയിൽ എന്റെ ഇച്ചായന് അസുഖം വന്നത്. ഇവിടെ വന്ന അസുഖം ഒന്ന് ഭേദമായപ്പോ ദാ ഇവിടെ അവന്മാര് ഹെലികോപ്റ്റർ കൊണ്ട് ഇവിടുന്ന് പോകുന്നവരം വരെ അങ്ങനെ ഒരു മനസമാധാനം ഉണ്ടാവില്ല. അതെ മദർ, അവരിവിടുന്ന് എത്രയും വേഗം പറഞ്ഞു വിടുന്നത് തന്നെയാ നല്ലത്. സിസിലി ഒരു കാര്യം ചെയ്യും, ഫാദറിന്റെ അടുത്ത് ഇവിടം വരെ ഒന്ന് വരാൻ പറയും. ശരി. ഹലോ, ഈ കുട്ടിയെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ദേ നോക്കി. അറിയില്ലല്ലോ സാർ. ആ ഉണങ്ങിയിലങ്ങ് കട്ട് ചെയ്ത് കളയും. അല്ല, മദർ എന്തിനാ എന്നെ വിളിപ്പിച്ചത്? ആ ഹെലികോപ്റ്ററുകാർ പോയോ? ഇല്ല. സന്ധ്യയായില്ലേ, അവരെ എത്രയും പെട്ടെന്ന് പറഞ്ഞു വിടണം. ഹെലികോപ്റ്റർ നന്നാക്കി തീരാതെ അവരിവിടെ നിന്ന് ഹെലികോപ്റ്റർ പണിയെന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കി നാളെ നമ്മുടെ മൗനധ്യാനം മുടക്കും. മാത്രമല്ല, അവർ കുഴപ്പക്കാരാണെന്ന് സിൻഡ്രല്ല പറഞ്ഞു. സിസ്റ്ററിന് അവരോടുള്ള ദേഷ്യം ഇതുവരെ തീർന്നില്ലേ? എന്തോ എനിക്ക് ആ ബോബിയുടെ പെരുമാറ്റം അത്ര പിടിക്കുന്നില്ല. ആർക്കും അവരെ കുറിച്ച് അത്ര നല്ല അഭിപ്രായമില്ല. എന്തായാലും രാത്രി നമ്മുടെ മഠത്തിന്റെ കോമ്പൗണ്ടിൽ പരിചയമില്ലാത്തവരെ താമസിപ്പിക്കുന്നത് അത്ര ശരിയല്ല. ശരി മദർ, ഞാൻ എന്തെങ്കിലും ചെയ്യാം.